നോർമലി നിങ്ങളാണ് കപ്പിൾസ് എന്നാണ് ശരിക്കും തോന്നുക. സോഹനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ತುಂಬಾ ಒಳ್ಳೆ ಹುಡುಗ, ಚೆನ್ನಾಗಿ ಆಕ್ಟ್ ಮಾಡ್ತಾನೆ. ನಾನು ಏನ್ ಹೇಳಿದ್ರು ತಿರುಗಿಸ್ ನನ್ಗೆ എങ്ങനെയായിരുന്നു പ്രപ്പോസ് ചെയ്തേ? അത് ഒന്ന് ഇവിടെ ലൈവായിട്ട് പ്രപ്പോസ്. നിന്നെ കണ്ടപ്പോ എനിക്ക് തോന്നിട്ടില്ലായിരുന്നു ഇത്ര പെട്ടെന്ന് ഞാൻ നിന്നെ ഇഷ്ടപ്പെടും. യു വിൽ ബി ദ മാൻ ഓഫ് മൈ ലൈഫ് എന്ന്. സോ ഐ വോണ്ട് സ്റ്റേ വിത്ത് യു ഫോർ ലൈഫ് ടൈം. I love you so much. ഒരു പട്ടി പോകുന്നുണ്ട്. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. നാളെ ഒരിക്കൽ നിനക്ക് ഇതേപോലെ ഇരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ಕುರಿಸಿ ಪುಗಳ್ತಿ ಬರೋಣ. ಏನೇ ನಾನು ಏನು ಕೇಳಿದ್ರು ನನಗೇನು ಇಷ್ಟ ಇದೆ ಅಂದರೆ ನನ್ನ ಜೊತೆಗೆ ಯಾವಾಗಲೂ ಇರ್ತಾನೆ, ಸಪೋರ್ಟ್ ಮಾಡಿ. ನಾನು ತುಂಬ ಲಕ್ಕಿ ಅವ್ನು ನನಗೆ ಸಿಕ್ಕಿರೋದಕ್ಕೆ. നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചില്ലാതി. ഹസ്ബൻഡിനെ സ്നേഹത്തോടെ എന്താ വിളിക്കുന്നേ? തക്കരെ വാവേ. രാമന്റെ പേര് കുമാർ. കുമാറിന്റെ പേര് കുമാറിന്റെ അച്ഛൻ. കുമാറിന്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ളത് കുമാറിന്റെ അച്ഛന് ഏറ്റവും ഇഷ്ടം കുമാറിന്റെ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് എൻ്റെ കൂടെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് ഗസ്റ്റാണുള്ളത്. ഒരാൾ നോൺ മലയാളിയാണ്, പക്ഷേ വളരെ അടിപൊളിയായിട്ടാണ് ഈ കുട്ടി മലയാളത്തിൽ സംസാരിച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നത്. ആ കുട്ടിയുടെ സുഹൃത്തും ഇത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവരുടെ വീഡിയോസൊക്കെ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലാണ്, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോ നമുക്ക് വെൽക്കം ചെയ്യാം മിഥാലി ആൻഡ് സോഹൻ. ഹായ്, വെൽക്കം ടു ദ ഷോ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. നിങ്ങളിങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ നമ്മൾ കാണാറുണ്ട്. എന്താ ചമ്മി മീഡിയ? അതെന്താ ചമ്മി മീഡിയ? അത് ഞങ്ങള് ഇല്ല, ആക്ച്വലി ഹസ്ബൻഡിന്റെ പേര് ചന്തു അല്ലേ, എന്റെ പേര് മിതാലി. അത് രണ്ട് ചേർത്തിട്ട് ചമ്മി മീഡിയ അവനറിയത്തില്ല. ഞാന് എന്താ എഡിറ്റർ, ഞങ്ങൾ രണ്ടുപേരും ചേർത്തിട്ടാണ് ചെയ്തത്. അതാണ് ചമ്മി മീഡിയ. ഓക്കെ, പക്ഷേ കോണ്ടന്റ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് മിതാലി തന്നെയാണല്ലേ. മലയാളം എത്ര വർഷമായിട്ട് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു 3-4 months ആയി, അത്രേ ഉള്ളൂ. ഞാനൊരു 6 months ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ ഒരു 3-4 months പഠിച്ചോണ്ടിരിക്കുക സംസാരിക്കാൻ. 3-4 months കൊണ്ട് ഇത്ര ഫ്ലുവന്റ് ആയിട്ട് മലയാളം പഠിച്ചു? മദർ ഇൻ ലോ, എൻ മമ്മിയാണ് എനിക്ക് പഠിപ്പിച്ചു കൊടുത്തത്, പിന്നെ ഹസ്ബൻഡിന്റെ ബ്രദറും. ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ നോർമലി നിങ്ങളാണ് കപ്പിൾസ് എന്നാണ് ശരിക്കും തോന്നുക. അങ്ങനത്തെ കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ആക്ച്വലി പുള്ളിക്കാരി മാരീഡ് ആണ്. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ചന്തു ആക്ച്വലി ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആള് വീഡിയോസിലൊന്നും വരാറില്ല. ഞാൻ കൊറേ നോക്കിയിട്ട് ലാസ്റ്റ് ഒരു ആനിവേഴ്സറിയുടെ വീഡിയോസിലാണ് കാണുന്നത്. പിന്നെ ഫുൾ സോഹന്റെ ബാക്ക് ക്യാമറ വർക്കാ, വീഡിയോ എടുക്കുന്നത് പറയുന്നത്. അങ്ങനെ അവനക്ക് കുറച്ച് ക്യാമറ ഫ്രൈറ്റ് ഫ്രണ്ടിലോട്ട് വരത്തില്ല, അല്ലാത്ത വോയിസ് ഓവറെല്ലാം ചെയ്യും. ഇത് നിങ്ങളാണ് അപ്പം ഈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ പേര് വെച്ച് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് നിങ്ങൾ രണ്ടുപേരുമാണ്. ഓക്കെ, ഐഡിയാസ് ഇങ്ങനെ പറഞ്ഞുതരും. ഇപ്പൊ ബേസിക്കലി ഇപ്പൊ വീഡിയോസ് അല്ലാതെ നിങ്ങൾ എന്താ ശരിക്കും പേഴ്സണലി ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറാ. ഇപ്പോ ഞാൻ വർക്ക് ഫ്രം ഹോമാ ചെയ്യുന്നത്. സോ കുറച്ച് കോണ്ടന്റ് ക്രിയേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എന്റെ പ്രൊഫഷൻ. ഞാൻ കൺസൾട്ടൻസി നോക്കി നടക്കുന്നു. ഓക്കെ, എപ്പോ മുതൽ ഈ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്? നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ആക്ച്വലി ലൈക്ക് ഒരു 7 years ഞാൻ ഇത് ചെയ്യാറുണ്ട്. മ്യൂസിക്കലിൽ നിന്ന് ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് അല്ലായിരുന്നു. സോ എനിക്ക് കേരള വന്ന ശേഷം ഐ ഹാഡ് എ പ്ലാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് ഞാൻ ഇവിടെ അല്ലേ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇവിടുത്തെ ഓഡിയൻസിന് എത്തിപ്പെടണമെന്ന് വിചാരിച്ച്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് മലയാളം ഒന്നും അറിയത്തില്ല. ഞാൻ ഓൾ ഓഫ് എ സഡൻ സംസാരിച്ച് അവർക്ക് മനസ്സിലാവണമല്ലോ. സോ ഞാൻ വിചാരിച്ച് ചെറിയ ചെറിയ വീഡിയോസ് ഇറക്കിയിട്ട് അവർക്ക് എന്താ മലയാളം മനസ്സിലായ ശേഷം ലോങ് ഫോർമാറ്റിൽ വീഡിയോ വിടാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഓഡിഷൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആർട്ടിസ്റ്റ് വേണമായിരുന്നു. ശരൺ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്, പാലിങ്ങനെ ഇത് അയച്ചു സ്റ്റോറി അയച്ചു മിതാലി കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ആക്ട് ചെയ്യാനായിട്ട് ഒരാളെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കോമഡി മാസ്റ്റേഴ്സ് കിറ്റ് എടുത്തിട്ടുണ്ട് സമയത്ത് അമൃത TV. അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങൾ അയച്ചു കൊടുത്തു. അപ്പോൾ എന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ ഗ്രൂമിങ്ങിനായിരുന്നു. അങ്ങനെ ബസ്സൊക്കെ കയറി വന്നപ്പോൾ വീട്ടിൽ കുറേ പട്ടികളും കുട്ടികളും
അപ്പം ചെറുതായിട്ട് ഓഡിഷൻ പോലെ ചെയ്തു നോക്കി. ചന്തു ചേട്ടനാന്ന് തോന്നി. ചന്ദന ഇഷ്ടപ്പെട്ടു. ചേട്ടനാണ് ആക്ച്വലി ഇഷ്ടപ്പെട്ടത്. ഓക്കെ, എന്തായിരുന്നു അപ്പൊ ഓഡീഷന് അഭിനയിക്കാൻ? അങ്ങനെയല്ല, അവനടുത്ത് ഏതെങ്കിലും ഒരു സീനിന് അവനൊരു ത്രെഡ് കൊടുത്തിട്ട് ആക്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അവൻ നല്ല രീതിയിൽ ടേക്ക് ഇത് ചെയ്ത് ഞങ്ങൾ കൊടുക്കുന്ന കൗണ്ടറിന് നല്ല രീതിയിൽ തിരിച്ച് കൗണ്ടർ അടിക്കുന്നത്. ഓക്കെ, പക്ഷെ അതിനു മുന്നേ നമുക്ക് നിങ്ങളുടെ ഒരുപാട് വീഡിയോസ് വൈറലും കുറെ വ്യൂസ് ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു വീഡിയോ ഒന്ന് കാണാം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടും കൂടി. സ്വാ എനിക്കിനി പറ്റത്തില്ല സ്വാ, ഞാൻ പോവാ. നിധി, ഞാൻ 4 പേരെ എണ്ണും. അതിന് മുമ്പ് തിരിച്ചു വന്നില്ലെങ്കിൽ ലെസ് ബ്രേക്കപ്പ്. 1 2 4. സ്വാ 3 എണ്ണില്ല. 3 ഞാൻ എപ്പോഴും എണ്ണി. സ്വാ നീ 3 എണ്ണില്ല. ഞാനെന്തിനാണ് അപ്പോഴും അങ്ങോട്ട് പോയി? സ്വാ 3 എണ്ണില്ല. ഇത് ചീറ്റിംഗ്. സ്വാ 3 എണ്ണില്ല. ഇത് സത്യത്തിൽ ആരാ ഇതിൽ തേച്ചേ? ഈ ഐഡിയാസ് ഈ വീഡിയോസിന്റെ ഐഡിയാസ് ഒക്കെ എവിടുന്നായിരുന്നു? റിയൽ ലൈഫിൽ നിന്ന് ചൂണ്ടിയെടുത്ത എന്തെങ്കിലും ആണോ? ഇല്ല, എന്താ കോണ്ടന്റിന് മോസ്റ്റ് ഓഫ് ദ ഇൻസ്പിറേഷൻ അവിടെ ഇരിക്കുന്ന ആളാ. മോസ്റ്റ് ഓഫ് ദ ഇൻസ്പിറേഷൻ റിലേറ്റബിൾ ആ ഞാൻ എഴുതാറുള്ളൂ. ഇൻ ദ സെൻസ് ഇങ്ങനെ ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്, പക്ഷെ ഇങ്ങനെ ഡോമിനേറ്റിംഗിലൊന്നുമല്ല. അത് ഇഷ്ടപ്പെടും, ഇപ്പൊ റിലേറ്റബിൾ എന്ന് പറഞ്ഞിട്ടാ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഓഡിഷൻ ചെയ്തിട്ടാണല്ലോ ഇതിലേക്ക് വന്നത്, ചമ്മി മീഡിയയിലേക്ക്. അപ്പം നിങ്ങൾ ലൈവായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമ്മൾ എന്തായാലും നമ്മുടെ വ്യൂവേഴ്സിന് നിങ്ങളുടെ ആ ഒരു ലൈവ് പെർഫോമൻസ് കാണാൻ ആഗ്രഹമുണ്ടോ? അപ്പം നമുക്ക് വേണ്ടി എന്താ ചെയ്യാമോ? നിങ്ങളുടെ ഇഷ്ടം, ഫ്രീ ചോയ്സ്. ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ കണ്ട അവരുടെ പെർഫോമൻസ് അവരിപ്പോൾ ലൈവായിട്ട് നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്ത് കാണിക്കാൻ പോവാണ്. റെഡി അല്ലേ? വെറും സെക്കൻഡ്സ് കൊണ്ടാണ് അവർ പഠിച്ചത്. ഞാൻ നോക്കും അവിടെ മാറിക്കുന്നത് 2-3 സെക്കൻഡ്. ഓക്കെ, റെഡി, ഓക്കെ, സെറ്റ്. സോഹ, ഈ കഷ്ട എപ്പോഴും കൂടെ ഇരിക്കും. കേക്കടാ, കഷ്ട എപ്പോഴും കൂടെ ആയിരിക്കും, സന്തോഷം വന്നിട്ട് പോവാന്ന് എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. ഇതിന്റെ മീനിങ് എന്തുവാടാ? അത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാമേ. നീ അത് തന്നെ എനിക്ക് ഇംഗ്ലീഷിൽ പറയണം, എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. അതായത് കഷ്ടം എപ്പോഴും കൂടെ ഉണ്ടാവും, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാവും. സന്തോഷം എപ്പോഴും വന്നിട്ട് പോകുന്നു. സന്തോഷം ഇടയ്ക്കിടയ്ക്ക് നിന്റെ സിസ്റ്ററൊക്കെ വന്നിട്ട് പോകത്തില്ലേ? അല്ല, സിസ്റ്റർ വന്നിട്ട് പോകുമ്പോ നമുക്കൊരു സന്തോഷമല്ലേ മോളെ? പക്ഷെ എന്ത് ഇത്, നീ അടുത്ത വായിക്ക്. അതെനിക്ക് തോന്നുന്നു അഭിനയിച്ചതല്ല, ഓൾറെഡി മനസ്സിലുള്ളത് പറഞ്ഞു തന്നു. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പം സോഹനും ചന്തു ഹസ്ബൻഡും കൊല്ലം, മിതാലി ബാംഗ്ലൂർ. അപ്പൊ എങ്ങനെയാ ഒരു കൊല്ലം ബാംഗ്ലൂർ കണക്ഷൻ? അത് ഇൻസ്റ്റാഗ്രാമിലാ. ചേട്ടാ കം ടു ദ സ്റ്റേജ്. ഇല്ല ഇൻസ്റ്റാഗ്രാമിലാണ് ഞങ്ങൾ ആക്ച്വലി മീറ്റ് ചെയ്തതോ. ലൈക്ക് ചന്തുനെ. ചന്തു എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഒരട്ടം. സോ വയലിൽ എനിക്ക് ഫോട്ടോ കണ്ടിട്ട് കാണാൻ കൊള്ളാലോ ഇതാറ്. എനിക്കൊരു ഫോട്ടോ, അവനൊരു കംപ്ലീറ്റ് ഷർട്ടും മുണ്ടും ഇട്ടുണ്ടു. ഏതോ കല്യാണത്തിന് എന്ന് തോന്നുന്നു, ചേച്ചിയുടെ കല്യാണത്തിന് എന്ന് തോന്നുന്നു. റെഡി ആയിട്ട് നിന്നിട്ട് ആ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് കാണാൻ കൊള്ളാന്ന് തോന്നുന്നു. പക്ഷേ ഐ തോട്ട് അവനക്ക് ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ടോ, ജസ്റ്റ് നോർമൽ ആയിട്ട് ടെക്സ്റ്റ് ചെയ്ത് കാണുമെന്ന്. ഐ ജസ്റ്റ് റിപ്ലൈഡ് ബാക്ക്. പിന്നെ സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. അറിയത്തില്ല എങ്ങനെയാന്ന്. വി ഡിഡ്ന്റ് പ്രൊപ്പോസ് ഈച്ച് അതർ. ആഫ്റ്റർ ഒരു 12-25 ഡേയ്സ് എന്തോ കഴിഞ്ഞ ശേഷം അവന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പഠിച്ചിട്ട് ഹി വാസ് ഇൻ കേരള. അവൻ കേരളത്തിൽ അവിടെ വരെ ട്രാവൽ ബാക്ക് ചെയ്തു. എനിക്ക് പോകുമ്പോൾ എനിക്ക് ഐ ഫെൽറ്റ് ഹീസ് മൈ ഗൈ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ പേരൻസ് എടുത്ത്, എൻ്റെ പപ്പയോടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം. ദെൻ ഐ വെന്റ് വിത്ത് വൺ റിംഗ്. ഡയറക്റ്റ് ആയിട്ട് കണ്ട ദിവസം തന്നെ ഐ പ്രൊപ്പോസ്ഡ് ഹിം. ഓക്കേ, ഹി അക്സെപ്റ്റഡ്. അപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്തു? സ്പോട്ടില്. ആരാ ആദ്യം മെസ്സേജ് അയച്ചു ഇൻസ്റ്റഗ്രാമില്? ചന്തു. ഇങ്ങോട്ട് അയച്ചു? എന്താ അയച്ചേ? ചുമ്മാ ഹായ് എന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം റാൻഡം ആയിട്ട് അയച്ചതാണോ? അല്ല അത് അവന് പറഞ്ഞിട്ടുണ്ട്, റാൻഡം ആയിട്ടാ ഇട്ടതെന്ന്. ഓക്കെ, എല്ലാവർക്കും ഇട്ടു, പക്ഷെ ഇവിടെയാണ് കൊളത്തിയത്. അപ്പൊ 25 ഡേയ്സ് കഴിഞ്ഞ് മീറ്റ് ചെയ്തിട്ട് പ്രപ്പോസ് ചെയ്തു? അല്ല, ഞങ്ങള് കോണ്ടാക്ട് ഒരു 2 months ഉണ്ടായിരുന്നു. ഇൻ ദ സെൻസ് ഞങ്ങൾ കുറച്ച് ക്ലോസ് ആയിട്ട് രണ്ടുപേർക്കും വി സ്റ്റാർട്ടഡ് ഫീലിംഗ് ദാറ്റ് വി ഹാവ് ഫീലിംഗ്സ് ഫോർ ഈച്ച് അതർ എന്ന്. അതിനുശേഷം അവന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹി ട്രാവൽ ടു ബാംഗ്ലൂർ. നിങ്ങളിപ്പോ സംസാരിച്ചു തുടങ്ങിയത് കന്നഡത്തിലല്ല? ഇംഗ്ലീഷില്. ഓക്കെ, പക്ഷേ മലയാളിയാണ്, കന്നഡികയാണ്. അത് നമ്മളോട് കന്നഡയിൽ എന്തെങ്കിലും സംസാരിക്കും? ಹೇಗಿದ್ದೀರಾ, ಚೆನ್ನಾಗಿದ್ದೀರಾ, ಊಟ ಆಯ್ತಾ, ಊಟಾಗಲ್ಲ അതെനിക്കറിയാം. ഫുഡല്ലേ? ಹೇಗಿದ್ದೀರಾ, സുഖമാണ്. സോഹനെ കുറിച്ച് 2 വാക്ക് പറ. കന്നഡ ഫാൻസ്
ಅದನ್ನ ಬರೀತು ಬೇರೆ ಇಲ್ಲ ತುಂಬಾ ಒಳ್ಳೆ ಹುಡುಗ, ಚೆನ್ನಾಗಿ ಆಕ್ಟ್ ಮಾಡ್ತಾನೆ. ನಾನು ಏನ್ ಹೇಳಿದ್ರು ತಿರುಗಿಸ್ ನನ್ಗೆ എന്ത് പറഞ്ഞാലും തിരിച്ചേ കൗണ്ടർ അടിക്കുമെന്ന്. ഹസ്ബൻഡിനെ കുറിച്ച് പുകഴ്ത്തി പറയണം. കന്നഡത്തില് പറയണോ? കന്നഡ അറിയാവുന്ന പ്രേക്ഷകരുണ്ട് കേട്ടോ, അതുകൊണ്ട് കളത്തിൽ ഇല്ല കളത്തന്നെ പറയത്തില്ല. ഓക്കെ, ಹಸ್ಬೆಂಡು ಭಯಂಕರ ಸ್ವೀಟಾ. ಇದು ಕನ್ನಡ ಅಲ್ಲಲ್ಲ, ಸಾರಿ ತುಂಬಾ ಸ್ವೀಟ್, ತುಂಬಾ ಕೇರ್ ಮಾಡ್ತಾನೆ. ಆಮೇಲೆ ನಾನು ಏನ್ ಕೇಳಿದ್ರು ನನ್ಗೇನ್ ಇಷ್ಟ ಇದೆ ಅಂದ್ರೆ ನನ್ನ ಜೊತೆಗೆ ಯಾವಾಗ್ಲೂ ಇರ್ತಾನೆ, ಸಪೋರ್ಟ್ ಮಾಡಿ. ಯಾವ್ದಕ್ಕೂ ಬೇಡ ಅನ್ನಲ್ಲ. ಅಂಡ್ ಆಲ್ಸೋ ಒಂಥರ ಹಿ ಈಸ್ ವೆರಿ ಜೆನ್ಯೂನ್. ನಾನು ತುಂಬಾ ಲಕ್ಕಿ ಅವ್ನು ನನಗೆ ಸಿಕ್ಕಿರೋದು. ತುಂಬಾ ಮಾತ್ರ മനസ്സിലായി. ತುಂಬಾ ಮಾತ್ರ അറിയാം. ഇനി പറഞ്ഞതിന്റെ മലയാളം പറ. ഇല്ല, അവന് ഭയങ്കര കെയറിംഗാ. ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. പിന്നെ എനിക്കിപ്പോ ഏതൊരെണ്ണം ഇഷ്ടമുണ്ടോ എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ അവൻ നോ ഇത് പറ്റത്തില്ല അങ്ങനെയല്ല. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് ടോട്ടലി ഇപ്പൊ ഓൺ ക്യാമറ മിതാലി ഇങ്ങനെയാണെന്നല്ല അവർ പറയത്തില്ലേ. എന്താ ഇപ്പോ കുറെ പേര് പറയും നല്ല കോണ്ടന്റ് ക്രിയേഷനിലെ ചെയ്യുന്നുണ്ട്, നല്ല സപ്പോർട്ടല്ലേ അങ്ങനെ. പക്ഷെ എന്താ ഈ ഒരു കോണ്ടന്റിനാവട്ടെ ഇല്ല, ഞാൻ ഇവിടെ വരെ എത്തിയതിന് എന്താ ബാക്ക് ബോണിൽ കട്ടകെ നിൽക്കുന്നത് അവനാ. കുറെ പേർക്ക് അറിയത്തില്ല. ബിക്കോസ് അവന് പുറത്ത് അവൻ ഭയങ്കര ഒരുപാട് സംസാരിക്കത്തില്ല, ഭയങ്കര ഇൻട്രോവേർട്ടാ. ഓക്കെ, സോ പുറത്ത് നോക്കുന്ന ആൾക്കാർ വിചാരിക്കും അവൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, മിംഗിളാവത്തില്ലായിരിക്കും, ഫ്രീഡം കൊടുക്കത്തില്ലായിരിക്കും എന്ന്. പക്ഷെ ഞാൻ ഇന്ന് എൻ്റെ ലൈഫിൽ അപ് ടു പോയിന്റ് ഇത്ര ഹാപ്പി ആയിട്ട് ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹിസ് ദ മെയിൻ റീസൺ. താങ്ക് യു. ഇപ്പം മിതാലിനെ ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഹെയർ ചിലപ്പോൾ ഫേക്ക് വെച്ചേക്കുമായിരിക്കും എന്ന്. പക്ഷെ റിയൽ ഹെയർ ആണോന്ന് കാണിക്കൂ. റിയൽ അല്ലേ? റിയൽ ഹെയറാ? മിക്കവാറും പൊടിയും കിടന്നു അവരാ അഞ്ചെന്ന്. ആക്ച്വലി ഞാൻ സത്യമായിട്ട് വിചാരിച്ചു വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് വെക്കാറുണ്ടല്ലോ ഹെയർ ഒക്കെ, ഇതെങ്ങനെ ഇത്ര മെയിൻറ്റെയിൻ ചെയ്ത്? ആക്ച്വലി അപ് ടു 5th സ്റ്റാൻഡേർഡ് ഞാൻ ഫുൾ ബോയ് കട്ട് ആയിരുന്നു. ഇത്ര ഉള്ളായിരുന്നു എനിക്ക് തോന്നുന്നു. ഹെയർ ഫുൾ ബോയ് കട്ട് ആയിരുന്നു. എൻ്റെ അമ്മ വിടത്തില്ലായിരുന്നു, ബിക്കോസ് ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നു. സോ ആഫ്റ്റർ 6th ഞാൻ ക്ലാസിക്കൽ ഡാൻസിന് ജോയിൻ ആയി. അതിനുശേഷം നമുക്കിപ്പോൾ ക്ലാസിക്കൽ ഡാൻസർ, ഞാൻ ഒരു ഡാൻസർ, ക്ലാസിക്കൽ ഡാൻസർ. സോ നമുക്ക് ഹെയർ മാൻഡേറ്ററി അല്ലേ. എന്താ ഡാൻസ് മാം പറഞ്ഞു മുടി വിട്ടോ നൈസായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ വിട്ടത്. അതിനുശേഷം ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ബാംഗ്ലൂർ ഇപ്പോൾ കേരള, അപ്പം രണ്ടും രണ്ട് കൾച്ചറാണ്. കുറെ എല്ലാത്തിലും കുറെ ഡിഫറൻസസ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്റ്റൈൽ ഇതാ, കേരള സ്റ്റൈലാണോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റൈലാണോ? ബാംഗ്ലൂർ ആൾക്കാർ അടിക്കുക. എന്നാൽ എനിക്ക് സത്യം പറഞ്ഞാൽ കേരള ഇഷ്ടപ്പെട്ടു. കേരള കേരള ഇഷ്ടപ്പെട്ടു. എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതാ ആക്ച്വലി. ഓക്കെ, ലൈക്ക് ഞാൻ ഇൻഡസ്ട്രിക്ക് വന്നതാവട്ടെ ഇല്ല കോണ്ടന്റ് ക്രിയേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാ. സോ എനിക്ക് ഫസ്റ്റ് ഒരു ഫിയർ ഉണ്ടായിരുന്നു, ഇവർ എങ്ങനെ എടുക്കൂ. എനിക്ക് മലയാളം അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും അറിയത്തില്ല, ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ഞാൻ ഭയങ്കര നെഗറ്റീവ് പ്രതീക്ഷിച്ചിട്ടാ വന്നത് ഇങ്ങോട്ടോ. ബട്ട് ഇവിടെ ആൾക്കാർ എൻ്റെ അടുത്ത് റെസ്പോൺസ് ചെയ്ത രീതിയോ എനിക്ക് കിട്ടിയ ലവ് കെയർ എല്ലാം കണ്ടിട്ട് എനിക്ക് അവിടെ കാട്ടിയത് ഇഷ്ടപ്പെട്ടു. കേരള ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇവിടുത്തെ പീപ്പിൾ ആർ സോ ലവിങ്. അതെ, ഭയങ്കര ലവലിയാ എനിക്ക് എസ്പെഷ്യലി. ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര കുറച്ചുകൂടി മോഡേൺ ആണ്. ഇപ്പം ഡ്രസ്സിങ് ആണെങ്കിലും എല്ലാം. അപ്പൊ പൊതുവേ ഡ്രസ്സിങ് റിലേറ്റഡ് എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ആക്ച്വലി ജസ്റ്റ് ബിക്കോസ് ഞാൻ നോൺ മലയാളി എന്ന് വിചാരിച്ചിട്ട് എനിക്കത് അറിയത്തില്ല. എനിക്ക് ഇതുവരെ അത്ര നെഗറ്റിവിറ്റി വന്നിട്ടില്ല, ഡ്രസ്സിങ് കാര്യത്തിൽ വന്നിട്ടില്ല. എൻ്റെ പ്രൊഫൈലാണെങ്കിൽ ഈ ബോഡി ഷേപ്പിന് അവർ കമൻറ്റ് അടിക്കുന്നതല്ലാത്ത ഡ്രസ്സിന് വളരെ കുറവാണ്. ഓക്കെ, സോ എനിക്ക് അത്ര ഒന്നും പ്രോബ്ലം ഒന്നും തോന്നിട്ടില്ല ഇതുവരെ. ഗോഡ് സേക്ക്. അതെ, ഇപ്പൊ ബോഡി ഷേമിങ്ങിന് സോഷ്യൽ മീഡിയയിൽ പൊതുവേ ഉള്ളൊരു സംഭവമാണ് ബോഡി ഷേമിങ് കാര്യങ്ങൾ. അത് ഏത് രീതിയിലുള്ള ആൾക്കാർക്കും അത് അഫക്ട് ചെയ്യുന്നുണ്ടോ? അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു മിതാലി? എനിക്ക് എഫക്ട് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് ഡോണ്ട് കെയർ ടൈപ്പാ. എനിക്ക് ഞാൻ അന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഫസ്റ്റ് എനിക്ക് അത് കംഫർട്ടാ, ദെൻ അവനക്ക് എൻ്റെ ഫിയാൻസെ കംഫർട്ടാ. ഞങ്ങൾ രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ, ബിക്കോസ് ഇപ്പോൾ ഞാൻ ഒരു ഡ്രസ്സ് ഇടുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് ഒരു സെൻസ് ഉണ്ട്, പുറത്ത് ആൾക്കാർ കാണും ഇത് എങ്ങനെ പോവുമെന്ന്. അത് അറിഞ്ഞിട്ട് ഞാൻ ഇടുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മൈ കംഫർട്ട്. എനിക്ക് എന്താ ഒരു ലൈൻ ഉണ്ട്, ഞാൻ അത് ക്രോസ് ചെയ്തിട്ട് ഇതുവരെ ഡ്രസ്സിങ് ആവട്ടെ എവറിത്തിങ് ഐ വിൽ ബി ഇൻ മൈ ലിമിറ്റ്.
സോ എനിക്കത് കംഫർട്ട് ആണെങ്കിൽ അത് മതി. ഞാൻ ഇനി പുറത്തുള്ളവർ ഇപ്പോൾ ഓബ്വിയസ്ലി 10 പേരുണ്ടെങ്കിൽ അതിൽ 8 പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ 2 പേർ എന്താണെങ്കിലും പറയും. അവർ വായടയ്ക്കാൻ പറ്റത്തില്ല. ഈ നിങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോസ് നിങ്ങളുടെ ഒരു പേരിനും കുറെ ഫാൻസ് ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന കമന്റ്സ് എന്താ നിങ്ങളുടെ പേരിനെ കുറിച്ച്? ആ വിളിയാണ്. സോഹ സ്വാഹ, നീ ഓടിക്കോടാ. എന്നെ കണ്ടാ മനസ്സിലാവും, പക്ഷെ പേര് പറഞ്ഞ് മനസ്സിലാവും. എന്നാലും മിതാലിക്ക് ഒരു ടാസ്ക് തരാം. ഓക്കെ, അപ്പം ചെറിയൊരു ടങ് ട്വിസ്റ്റർ ആണ്, മലയാളത്തിലെ ടങ് ട്വിസ്റ്റേഴ്സ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി, സ്പീഡ് ഒരു 2 വട്ടം പറഞ്ഞാൽ മതി. ഓക്കെ, ഈസി തരാം. ആദ്യം ആന അലറലോ ഡലറൽ. ആന അലറൽ, ആന അലറലോൽ, അലറലോ ഡലറൽ. പറ്റത്തില്ല. പറ്റും, യു ക്യാൻ. ആന ആന അലറലോ ഡലറൽ. അലറലോൽ ലടറല. അലറലോ ഡലറൽ. അലറഡോൽ അടൽ. ആന 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 അലറലോ ഡലറൽ. ഓക്കെ, സ്പീഡിൽ പറഞ്ഞെടുക്ക്. നീ 5 പ്രാവശ്യം പറ. ആന അലറിലോട് അലറൽ, ആന അലറിലോട് അലറൽ, ആന അലറിലോട് അലറൽ, ആന അലറിലോട് അലറൽ. നമ്മൾ ടാസ്ക് ഇല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ വരുന്നില്ല. ആന അലറട അലറലോട് അലറൽ. അലറോൽ. ഓക്കെ, വേറെ തരാം. മനസ്സിലാകാത്തത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടി മനസ്സിലാകാതെ പോകും. മനസ്സിലായോ? മനസ്സിലാകാത്തത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടി മനസ്സിലാവാത്ത പോകും. ഫസ്റ്റ് ഡയലോഗ് മലയാളത്തിൽ പറയുമ്പോ ഈ ഉടനീളം ഡയലോഗ് ചുമ്മാ പറഞ്ഞാണ്, ഭയങ്കര ഇതാ ക്യാച്ചിങ് പവർ. അത് പൊളിച്ച്. തത്തൻ ചത്ത തച്ചത്തി തടിച്ചി തച്ചത്തി. തത്തൻ ചത്ത തത്തത്തി തടിച്ച് തത്തത്തി. തച്ചൻ ചത്ത തച്ചത്തി തടിച്ചി തച്ചത്തി. തച്ചൻ ചത്ത തത്തച്ചി. അങ്ങനല്ലോ. തച്ചൻ ചത്ത തച്ചത്തി തടിച്ചി തച്ചത്തി. തച്ചൻ ചത്ത തച്ചത്തി തടിച്ച് തച്ചി തച്ചത്തി തച്ചത്തി. വേറെ തരാം. ഓക്കെ. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കരളി പഠിച്ചു. കളറി പഠിച്ചു. പഠിച്ചു. ഒളരിയിലെ മുരളി കളറി പഠിച്ചു. ഒളരിയിലെ മുരളി കളറി പഠിച്ചു. 3 വട്ടമായി. സോ പാസ്. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. വേറൊരു ടാസ്ക് തരാം. ലെറ്റർ ചലഞ്ച്. ഞാനൊരു മലയാളത്തിൽ ഒരു ലെറ്റർ മിതാലിക്ക് തരും. അപ്പൊ ഞാൻ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും മിതാലി ആ ലെറ്റർ വെച്ചിട്ട് വേണം ആൻസർ പറയാൻ. അറിയോ? ഓക്കെ, എവിടെന്നാ വരുന്നേ? തൃശ്ശൂർ. ഇദ്ദേഹത്തിന്റെ പേരെന്താ? തോമസ്. ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? തട്ടാവല. ഓക്കെ, ഹസ്ബൻഡിന്റെ പേരെന്താ? തൗസിഫ്. ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? 1000 ഫോളോവേഴ്സ്. ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? മോനെ താട പച്ചമഴ ഓക്കെ, അടുത്തത് മിതാലിയുടെ ആക്ടിംഗ് ആണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. മിതാലിയുടെ സോങ് നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നു. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ ഇപ്പൊ? പാട്. സത്യമായിട്ട് അറിയത്തില്ല. ഇപ്പൊ പാടിയത് പാട്. ഞാൻ പാടാം. തെറ്റായ ആരും ചീത്ത വിളിക്കരുത്. ഇല്ല, കമന്റ് ഇടുള്ളൂ, പേടിക്കണ്ട. അമ്പലപ്പുഴം പറയട്ടെ. അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ എന്തോ പരിഭവം. സോറി, അത്ര അറിയത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഗെയിം കണ്ടിന്യൂ ചെയ്യാം. എങ്ങനെ ഇങ്ങോട്ട് വന്നേ? തെവളി കൊണ്ടുവന്ന് തള്ളിക്കൊണ്ടുവന്നു. ഓക്കെ ഓക്കെ. ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഫുഡ് ഏതാ? ട്യൂണ ഫിഷ് കറി. ബാംഗ്ലൂരിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യം? തത്തയോ? ബാംഗ്ലൂർ കുറെ തത്ത ഉണ്ടല്ലേ. കേരളത്തിൽ ഇഷ്ടമുള്ള ഒരു കാര്യം? എനിക്ക് ആക്ച്വലി തട്ടുകട. ഓ, ഇതിനെല്ലാം അറിയാം കേട്ടോ. യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനോട് പറയാനുള്ളൊരു കാര്യം എന്തിപ്പോ പറയാൻ തോന്നുന്നേ?
ആ നിങ്ങൾക്ക് ഫോളോവേഴ്സ് താ, ശരിയാ. എനിക്ക് ഇത്തിരി followers. ആ എന്നാ നീ ഇവിടെ ഇരിക്ക്. Okay. ആ ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ മലയാളത്തിലെ? എനിക്ക് പൃഥ്വിരാജ് ഇഷ്ടം, ലാലേട്ടൻ ഇഷ്ടം. ഓ താ സോറി ടൊവിനോ തോമസ്. അത് ടോവിനോ. പറയാൻ പറ്റത്തില്ല, ഞാൻ പേര് മാറ്റി. ഓക്കെ, ടോവിനോ തോമസിന് ഇഷ്ടമുള്ള ഒരു പടം? തല്ലുമാല. മിഥാലിയുടെ ലൈഫ് ഒരു സിനിമ ആക്കുവാണെങ്കിൽ അതിനെന്ത് പേരിടും? തത്തക്കുട്ടി. എനിക്ക് വേറൊരു വേർഡ് ഓർമ്മ വരുന്നില്ല. ദേഷ്യം വരുമ്പോ ഹസ്ബൻഡിന് എന്താ ചീത്ത വിളിക്കുന്നത്? തെണ്ടി. ഹസ്ബൻഡിന്റെ സ്നേഹത്തോടെ എന്താ വിളിക്കുന്നത്? തക്കരെ വാവേ. തക്കരായോ? അതെന്തുവാ? അതെല്ലേ? ഓക്കെ, സൂപ്പർ. താങ്ക് യു. പക്ഷെ അടിപൊളിയായിട്ട് എനിക്ക് പോലും ഞാൻ ചോദ്യം ചോദിക്കുമ്പോ ആലോചിക്കണം. സൂപ്പറായിട്ട് കളിച്ചു, അടിപൊളി. അടുത്തത് നീ. ഇവര് വല്ല ഇറൊക്കെ കൊടുത്താലോ? വേറെ ഏത് കൊടുക്കുവനു? രാ. ഓക്കെ. ആ എത്ര വയസ്സുണ്ട്? 2 വയസ്സിൽ ഇത്രയും താടിയും മീശയൊക്കെ വരുമോ? ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നു ചായ എടുക്കട്ടെ? കഞ്ഞിയാണോ? കഞ്ഞി രാത്രി മാത്രമേ കുടിക്കത്തുള്ളൂ. ഇത് ബേക്കറി അല്ല. ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഓക്കെ. എക്സ് ഗേൾ ഫ്രണ്ടിന്റെ പേര്? രമണിയുടെ ഇഷ്ടപ്പെട്ട 2 ക്വാളിറ്റി? രമണി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള കൊള്ളൂലാത്ത ഭക്ഷണം? എത്ര വട്ടം കുളിക്കാറുണ്ട്? ഇഷ്ടപ്പെട്ട വാഹനം? 2 വീലുള്ള വണ്ടി. ഓക്കെ. ഇഷ്ടപ്പെട്ട ആക്ടർ? രതീഷ് അഭിനയിച്ചതിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത സിനിമ? രമണന്റെ ചങ്ങമ്പുഴ. ഒന്ന് സ്വയം പുകഴ്ത്തി പറ രാവിച്ച്. രാമായണം പോലെ ഭയങ്കര കണ്ടകാവ്യമാവുന്ന ഒരു കഥയാണ് എൻ്റെ അത്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഞാൻ വേറെ മൂടാവില്ല. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ കിടിലാണ്. 2 വർഷം കഴിഞ്ഞ് ഞാൻ ഭയങ്കര കിടിലായിരിക്കും. ഇപ്പൊ എണീറ്റ് പോയില്ലെങ്കിൽ ശരിക്കും കണ്ടകാവ്യാക്കും. ഓക്കെ, വേറെ ഇനി ഞങ്ങൾ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഈ പരിസരത്തിലോട്ട് വരത്തില്ല. എന്താ കാമുകന്റെ പേര്? കുമാർ. ചേട്ടാ കുമാറിന്റെ പേര്? കുമാറിന്റെ അച്ഛൻ. എന്റെ കിളി പറഞ്ഞു. കുമാറിന്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ത്? കുമാറിന്റെ അച്ഛന് ഏറ്റവും ഇഷ്ടം കുമാറിന്. എന്ത് രാവിലെ അടിച്ചു കുമ്മായി കളിക്ക് കുറിച്ച്. സൂപ്പർ. വേറെ ആരെങ്കിലും ചോദിക്കൂ? ഞാൻ തരാം. വെച്ച് പറയണേ. മസാനയുടെ ഫേവറേറ്റ് ഫുഡ് എന്തുവാ? കപ്പ. കപ്പയുടെ കൂടെ? കപ്പ മത്തിക്കറി. ഓക്കെ. വീടെവിടാ? കടലിന്റെ സൈഡില്. പ്രായം എത്ര? കണ്ട എത്ര തോന്നും? വെറൈറ്റി മീഡിയ ടീമില് മസാനക്ക് ഇഷ്ടമില്ലാത്ത ആരാളാണ്? കണ്ടാ ഇഷ്ടമല്ല എനിക്ക്. കണ്ടോ? ഓക്കെ. ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ ഗെയിം കളിച്ചത്. അതാണ്. ഇത് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മള് ഗെയിമൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കളിച്ചു എല്ലാരും. നല്ലോണം കളിച്ചത്. ഓക്കെ, അപ്പം നമ്മൾ എല്ലാവരും ഇത്ര നേരം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന കുറച്ച് പേർ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടാകും. പക്ഷെ പുള്ളി അങ്ങനെ വീഡിയോസിൽ വരാത്തത് കൊണ്ടും പുള്ളി നാട്ടിലില്ലാത്തത് കൊണ്ടും ഒക്കെ പുള്ളി എവിടെയാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ മിതാലിയുടെ സ്വന്തം ചന്തുവിനെ വലിച്ചിടാൻ പോവാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ മിതാലിയുടെ സ്വന്തം ചന്തു നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഹലോ. എന്തായിരുന്നു വരാൻ ഇത്ര മടി? താല്പര്യമില്ല. പക്ഷെ ആളിങ്ങനെ നിർബന്ധിക്കാറുണ്ടോ വീഡിയോസിലൊക്കെ വരാൻ? എന്താ പറയാ?
ഇതേപോലെ തന്നെ എന്നോട് അഭിനയിക്കണ്ടോ? ആ ഭയങ്കര അഭിനയിച്ച് കാണിച്ചില്ല, പക്ഷെ ക്യാമറ കൂട്ടി കയറൂല. നമുക്കൊരു ടാസ്ക് കൊടുത്താലോ അഭിനയിക്കാൻ അറിയത്തില്ല. ഇല്ല. മിതാലി ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആദ്യം മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പം കണ്ടപ്പോ ഇഷ്ടമായി. എപ്പോഴാ ആള് പ്രപ്പോസ് ചെയ്തപ്പോ ഉടനെ യെസ് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ആ യെസ് പറയണേന് മുന്നേ ഒരു ഇഷ്ടം ഉണ്ടാവണല്ലോ. ആൻസർ പറ്റില്ല, സംസാരിക്കണോ, അല്ലെങ്കിൽ ഞങ്ങള് ടാസ്ക് ഇല്ല, ഞങ്ങള് വീണ്ടും റീടേക്ക് എടുത്തോണ്ടിരിക്കും. അതെ. അല്ല അങ്ങനെയൊന്നുമല്ല, ഫസ്റ്റ് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ അത് അങ്ങോട്ട് ലവ് എന്നുള്ള ട്രാക്കിലോട്ടൊന്നും അല്ലായിരുന്നു. പിന്നെ അവിടെ നേരിട്ട് കണ്ടപ്പോഴാണ് ആക്ച്വലി ഇഷ്ടമായത്. കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. കണ്ടപ്പോഴാണ് നേരിട്ട് കണ്ടപ്പം ഫസ്റ്റ് നടന്നു വരുന്നത് ആണ് കണ്ടത്. അപ്പൊ ഞാൻ മുകളിലേക്കാണ്, അപ്പൊ എന്റെ ഫ്രണ്ടാണ് പുള്ളിക്കാരെ വിളിച്ചോണ്ട് വരുന്നത്. അപ്പൊ അങ്ങനെ അതിനകത്ത് ഇഷ്ടപ്പെട്ടു. പിന്നെന്താ ആള് പ്രപ്പോസ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്തിരുന്നേ? അല്ല, അന്നേരം ആ ഒരു ഇതിലല്ലായിരുന്നു, അതിൽ കമ്മിറ്റ്മെന്റ് എടുക്കണം എന്നുള്ള ഇതിലില്ലായിരുന്നു. അപ്പം കണ്ടപ്പോ ഇഷ്ടമായി, ഫോർവേഡ് ചെയ്യാൻ തോന്നി, അങ്ങനെ. ഓക്കെ. എന്തായാലും ഒരു ഇവിടെ നല്ലേ പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞേ, അപ്പൊ ആ ഒരു പ്രപ്പോസൽ നമുക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അന്ന് എങ്ങനെയായിരുന്നു പ്രപ്പോസ് ചെയ്തേ? അത് ഒന്ന് ഇവിടെ ലൈവായിട്ട് അടിപൊളി. ഞാൻ ഡയലോഗൊന്നുമില്ലായിരുന്നു കേട്ടോ, ഞാൻ സ്റ്റില്ലായി പോയതുള്ളൂ. അവിടെ സ്റ്റില്ലായിരുന്നു. തിരിച്ച് അതുകൊണ്ട് പ്രപ്പോസ് ചെയ്ത പോലെ ചെയ്യണോ? അപ്പൊ നിങ്ങൾ ക്യാമറ ആംഗിൾ മാറ്റണ്ട, നിക്കണോ? അതല്ല, ഇതൊന്നും ചെയ്താൽ മതി. ഞാൻ ആക്ച്വലി അന്ന് റിംഗ് കൊടുത്തത്, ഇന്ന് റോസ് കൊടുക്കുന്നു. ഓ, റിംഗ് കൊടുത്തു. ബേബി വിൽ യു മാരി മീ? ആലോചിക്കാം. അങ്ങനല്ല, കുറച്ചും കൂടി പുതിയത്. എനിക്ക് ഫസ്റ്റ് നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിട്ടില്ലായിരുന്നു ഇത്ര പെട്ടെന്ന് ഞാൻ നിന്നെ ഇഷ്ടപ്പെടും, യു വിൽ ബി ദ മാൻ ഓഫ് മൈ ലൈഫ് എന്ന്. പക്ഷേ നിന്റെ അടുത്ത് സംസാരിച്ച ശേഷം ഞങ്ങൾ രണ്ടുപേരെ വൈബ് മാച്ച് ആയിട്ട് വൺ പോയിന്റിൽ എനിക്ക് ആ ഒരു സ്പാർക്ക് ഫീലായി ദാറ്റ് യു ആർ മൈ മാൻ എന്ന്. സോ ഐ വോണ്ട് ടു സ്റ്റേ വിത്ത് യു ഫോർ ലൈഫ് ടൈം. ഐ ലവ് യു സോ മച്ച്. വലിയ മാഡം പട്ടി പോകുന്നുണ്ട്. ഓർക്കുമ്പോ വിഷമമുണ്ട്, എന്താ ചെയ്യണ? വിഷമുണ്ടാവും. എനിക്ക് മാത്രം ഒരു വിഷമം ഓർക്കുമ്പോ. അനാവശ്യ ഡയലോഗ് പറയും. പക്ഷെ ചേട്ടാ ആ ഷോട്ട് നിങ്ങൾ ബ്ലൂപ്പറിൽ വെക്കണം. നമുക്ക് അറിയുന്ന ഷോട്ട് എനിക്ക് വേണോ? ഓക്കെ, നിന്നെ ഇപ്രാവശ്യം ട്രോള് നോക്കിക്കോ. ബേബി ഫസ്റ്റ് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്തിൽ ഞങ്ങൾ ഇത്ര പെട്ടെന്ന് ക്ലോസ് ആവും, നീ എൻ്റെ ലൈഫ് പാർട്ട്ണർ ആവണമെന്ന് എനിക്ക് ഐ ഡിഡ്ന്റ് എക്സ്പെക്റ്റഡ് ലൈക്ക് ദിസ് തിങ്സ് വിൽ ഹാപ്പൻ എന്ന്. പക്ഷേ ആഫ്റ്റർ സ്പീക്കിംഗ് ടു യു ഗ്രാജുവലി എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നുന്നു. ആൻഡ് ആഫ്റ്റർ മീറ്റിംഗ് യു ഐ ജസ്റ്റ് ഫെൽ ഫോർ യു. ഒരു പോയിന്റിൽ എനിക്ക് ആ സ്പാർക്ക് ഫീൽ ആയി ദറ്റ് യു ആർ മൈ മാൻ എന്ന് പറഞ്ഞിട്ടു. ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു. വിൽ യു മാരി മീ? Sure. I love you. I love you too എന്ന് പറ. Love you too എന്ന് പറഞ്ഞിട്ടില്ല. സൂപ്പർ. അന്ന് ഇതേപോലെ മിണ്ടാതിരുന്നു, സ്റ്റക്ക് ആയിട്ട്. അന്ന് ഞാൻ ഇവന്റെ ഫ്രണ്ട് റൂമിലാ പോയത്. അവന്റെ ഫ്രണ്ട്സ്, അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, ഓക്കെ, അവരുടെ പേര് ഇവനക്ക് ഓർമ്മയില്ല എന്നെ കണ്ടിട്ട്. എനിക്ക് സീരിയസ്ലി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ. അവന്റെ ഫ്രണ്ട് ഷാരു പിന്നെ ജിത്തിൻ രണ്ടുപേരും നിൽക്കുക. ഇവൻ അവരുടെ കാണിച്ചിട്ടോ അത് അവരുടെ പേര് അപ്പൊ അവർ തന്നെ ഷാരു ഷാരു അവർ തന്നെ സ്വന്തമായിട്ട് പേര് പറഞ്ഞതാ. പിന്നെ ഇവൻ 5 മിനിറ്റ് ഫുൾ ഷോക്കാ. അവന് ഷോക്ക് അടിച്ച് നിൽക്കുക. ഫ്രണ്ട്സിന്റെ പേര് ഓർമ്മയില്ല. ഞാൻ അവിടെ എന്തൊരു കറക്റ്റ് ഒന്നും മിന്നുന്നില്ല. അവന് ഫുള്ള് ഷോക്കിൽ നിൽക്കുക. പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ തന്നെ നിന്നാ ഞാൻ വരെ ക്ലാസ് പങ്കടിച്ചിട്ടാ പോയതോ. ക്ലാസ് പങ്കടിച്ചിട്ട് കോമ്പൗണ്ട് ചാടിട്ടാ പോയത്. അപ്പൊ ഞാൻ പ്രപ്പോസ് ചെയ്ത് അവന് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഒരു സൈഡിൽ ഫീൽ ഉണ്ടായിരുന്നു. അവന് ഞാൻ ഗ്രീറ്റിംഗ്സ് എല്ലാം ചെയ്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഹാർട്ട് മൊത്തം കണക്കായി. ഓക്കെ, ഇപ്പം അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്ത് ഇപ്പൊ കല്യാണം വരെയൊക്കെ എത്തി. സോറി, ഇവിടെ ഇടയ്ക്ക് ഒരാളുണ്ട്, ഞാൻ മറന്നു. ഓക്കെ, അപ്പം മാരേജ് കഴിഞ്ഞ് ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് ഒരുമിച്ചുണ്ടല്ലോ. അപ്പൊ എന്താ മിതാലിയിൽ ആ ഒരു ക്വാളിറ്റീസ് എന്തൊക്കെ ഇഷ്ടപ്പെട്ട? പെട്ടെന്ന് മിങ്കിളാവും, എല്ലാവരും പെട്ടെന്ന് മിങ്കിളാവും.
പിന്നെ നല്ല കെയറിങ് ആണ്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഇഷ്ടപ്പെടും. ആണോ? അതെ അതെ. ഓക്കെ. തിരിച്ച് പിന്നെ അതിൽ പെട്ടെന്ന് നല്ല രീതിയിൽ അഡാപ്റ്റ് ആവും. ഓ അത് എനിക്ക് മനസ്സിലായി. മറ്റേ ടങ് ട്വിസ്റ്റർ ഒക്കെ പെട്ടെന്ന് പഠിച്ചു. എനിക്ക് എന്ന് പറഞ്ഞാൽ അവൻ ഒരുപാട് ലവ് എക്സ്പ്രസ് ചെയ്യത്തില്ല, ബട്ട് ഈസ് സോ ലവിങ് ഇൻ ദ സെൻസ് അവൻ്റെ ആക്ച്വലി കാണിക്കാറുള്ളൂ ദാറ്റ് ഹി കെയർ ഫോർ us. ഓക്കെ, സോ എനിക്ക് ആക്ച്വലി കുറച്ച് ലവ്വി ഡവ്വി വേണം, പക്ഷെ അവൻ്റെ ആക്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും അവൻ എത്ര കെയർ ചെയ്യുന്നു ലവ് ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ് തിങ്, ഹീസ് ഓക്കെ ഫോർ എവറിത്തിങ് വാട്ട് ഐ ലൈക്ക്. എനിക്കിപ്പോൾ എന്ത് ഇഷ്ടം ഉണ്ടാണെങ്കിലും ഹിൽ സ്റ്റേ വിത്ത് മീ. എനിക്ക് അതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആൻഡ് ഇപ്പോൾ ഒരു കാര്യം കൊള്ളത്തില്ല, ഇപ്പോൾ ഇല്ല ശരിയാവത്തില്ല എങ്കിൽ അവനത് ബൈ ഫേസ് പറയും. അവന് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ എന്തോ ചിന്തിക്കും, അങ്ങനെയില്ല. അവൻ ബൈ ഫേസ് പറയും, ബേബി ഇതിങ്ങനെ ചെയ്ത് എങ്ങനെ ആവും, ഇഫ് യു ആർ ഓക്കെ നമുക്ക് രണ്ടുപേർക്ക് ഡിസിഷൻ എടുക്കാമെന്ന്. അങ്ങനെ ലൈക്ക് ഹി ഗീവ് ഈക്വാലിറ്റി. ഞാൻ ഇപ്പോൾ അവനക്ക് ബ്രദർ ഉണ്ടോ, സോ എല്ലാവരും നടക്കും ഹി മേക്ക് മീ ഫീൽ ദാറ്റ് ഞാൻ പ്രിയോറിറ്റിയിൽ ഉണ്ടോ. എന്നാൽ ഈക്വാലിറ്റി ആണോ എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടം. ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഓൾ ഓഫ് എ സഡൻ അവൻ ഇപ്പോൾ യൂഷ്വലി മെന്നിഗോ കുറെ പേർക്ക് കാണും, നോട്ട് ഫോർ എവറിബഡി. അങ്ങനെ ഇല്ല, അവൻ എന്തുണ്ടാണെങ്കിലും ഡിസ്കസ് ചെയ്തിട്ട് ഓക്കെ ഇത് ചെയ്യാൻ നമുക്ക് ഇത് വേണം. ദാറ്റ് തിങ് ഐ ലവ് ദ മോസ്റ്റ്. പിന്നെ ഞാൻ സ്നേഹിക്കുന്ന സമയത്തൊട്ട് ഇന്ന് വരാം ദ സെയിം ചന്തു ഐ എം സീയിങ്. ഓക്കെ. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴും നാളെ ഒരിക്കൽ നിനക്ക് ഇതേപോലെ ഇരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മളിതിലില്ല, കണ്ടോ മതി. ഓക്കെ. ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ടാറ്റു. ചന്തു എന്നാണ് ആ ടാറ്റു. വേറെ എത്ര ടാറ്റൂസ് ഉണ്ട്? ടാറ്റു ഐ ഹേറ്റ് tattoos actually. ഹേറ്റ് അന്ന് കാട്ടി കൂടുതൽ എനിക്ക് നീഡിൽസ് ഭയങ്കര പേടി. ഐ ഹാവ് ഹോസ്പിറ്റൽ ഫോബിയ ഉണ്ട് എനിക്ക്. ഹോസ്പിറ്റലിൽ പോയി വരയ്ക്കും, ഞാൻ ഇതുവരെ ഗോഡ് ഗ്രേസ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. എന്റെ അമ്മ കെമിസ്റ്റാ. ഓക്കെ, അമ്മയ്ക്ക് മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. സോ എന്തോ പനി വന്നാലും പെട്ടെന്ന് ടാബ്ലറ്റ് എടുത്ത് പോകും. സോ എനിക്ക് ഭയങ്കര പേടിയാണ് നീഡിൽ. പക്ഷേ വൺ ഫൈൻ ഡേ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു ഗസ്റ്ററിൽ കാണിക്കണോന്ന്. എനിക്ക് തോന്നുന്നു ഗസ്റ്ററിൽ കാണിക്കണോന്ന്. അപ്പോ ഞാൻ പോയിട്ട് ടാറ്റു അടിച്ചു. ഇവരുടെ അടുത്ത് പറഞ്ഞില്ല, അമ്മയുടെ അടുത്ത് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാറ്റു അടിച്ചിട്ട് ഐ ഡിഡ് വീഡിയോ കോൾ. അന്ന് സെയിം ഡേ അൺഎക്സ്പെക്ടഡ് അവൻ ഇവിടെ എന്റെ പേര് ടാറ്റു അടിച്ചിട്ടുണ്ട്, നിധി. അൺഎക്സ്പെക്ടഡ്. സോ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. ഹി സ്റ്റാർട്ടഡ് ക്രൈയിങ്. അവന് ഭയങ്കര ഹാപ്പി ആയെന്ന് തോന്നുന്നു. ഐ സോ ദ ടീയേഴ്സ്. അങ്ങനെയാണ് ടാറ്റു അടിച്ചത്. മീൻസ് എനിക്ക് ഹീസ് മൈ ലവ് അല്ലേ, എനിക്ക് എപ്പോഴും അടുത്തായിരിക്കണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹാർട്ടിൽ നിന്ന് അടുത്തൊന്നും വിടാറില്ല. പക്ഷേ സെയിലിംഗ് അല്ലേ, അപ്പം എങ്ങനെ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ? അല്ല, ഇപ്പം കുറെ നാളായിട്ട് കല്യാണത്തിന് ശേഷം 2 വർഷമായിട്ട് പോയിട്ടില്ല. 2 വർഷമായിട്ട് പോയിട്ടില്ല? പോണില്ലേ? പോണ്ടെന്ന് പറഞ്ഞു ഞാൻ. അയ്യോ. ഓക്കെ. അപ്പോ എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങളെ നമ്മളിങ്ങനെ റീൽസിലൊക്കെ കണ്ടു, അപ്പം റിയൽ ആയിട്ട് കാണാൻ പറ്റിയതിലും ഒരിക്കലും വീഡിയോസിൽ വരാൻ ഇഷ്ടപ്പെടാത്ത ചന്തു നമ്മുടെ വീഡിയോസിൽ വന്നതിനൊക്കെ താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നിനക്ക് ഒരു പെണ്ണായിട്ട് ജീവിതമൊക്കെ ജീവിക്കാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ്.